ഇവനെ കൊണ്ട് വലിയ തന്നെയാണല്ലോ ഇത്. എന്റെ കേശുവേ ഞാൻ വന്നോണ്ടിരിക്കുവാ. ആ ഓ സ്റ്റേഷനിൽ ഇറങ്ങി ഓട്ടോ പിടിച്ചു. ആ എന്നിട്ട് കടയിൽ നിർത്തി പിള്ളേർക്ക് മിഠായി വാങ്ങി നടന്നോണ്ടിരിക്കുക. എടേ വരട്ടടേ, ഞാൻ എന്തോലെ ഡിങ്കന പറഞ്ഞു തരാനായിട്ട്. ഇനി വിളിച്ചെന്നിട്ട് കൈ ഞാൻ തന്നെ വിളിക്കും കേട്ടോ. ആ ആ ശരി ഫോൺ വയ്ക്കി. ദൈവമേ ഇതൊക്കെ കാണണം. ഓ ഗോഡ് റോക്സ്. ഓടിച്ചിട്ട് പിടിക്കും. വേണ്ട കണ്ടേ ഒളിച്ചു പോണല്ലേ സില്ലി ഗേൾ. എന്താ ഇവിടെ? അല്ല ഞാൻ വെറുതെ നിക്കായിരുന്നു. നല്ല കാര്യം. അതെ നമുക്ക് അങ്ങോട്ട് മാറിയും സംസാരിക്കാം. ആരെങ്കിലും കണ്ടാലോ? വേണ്ട, ഞാൻ ഇതുവഴി മാറി അങ്ങ് പോക്കോളാം. അപ്പൊ ആരും കാണില്ല. അപ്പൊ ശരി എന്നാ കേട്ടോ. അല്ല അങ്ങനെ എന്നെ ഒഴിവാക്കി പോവാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് വരും. ഇയാള് വീട്ടിലോട്ട് വന്നു നോക്ക്. വീടിന്റെ നടക്കെ വെച്ച് നിങ്ങൾ അടിച്ചുല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും. ആ എനിക്ക് അടിയിടണ കണ്ടിട്ടെങ്കിലും ശിവാനിയുടെ മനസ്സിൽ ഒരു സിമ്പതി വർക്കൗട്ടായി എനിക്കൊരു സ്ഥാനം കിട്ടിയാലോ? അയ്യോ ആ വ്യാമോഹേ അങ്ങ് മനസ്സിൽ വെച്ചാ മതി കേട്ടോ ഷിബു മോനെ. മോനെന്നോ? എന്നെയോ? ഒന്നുകൂടെ വിളിക്കും. എന്താണോ വിളിച്ചോ? ഞാൻ അടുത്തോട്ട് വരാം. വരാനോ? ഇയാളെന്റെ പുക കണ്ടിട്ട് പിന്നീന്ന് മാറത്തുള്ളൂ. എന്റെ പുക കണ്ടിട്ട് ശിവാനിയുടെ പിന്നെ ഞാൻ മാറുള്ളൂ. എന്റെ പൊന്ന് റോക്സ് ഒന്ന് പോ. ഇതെന്താ മിഠായോ? ഓ ഞാൻ ഇവിടെ നിക്കണമെന്ന് അറിഞ്ഞിട്ട് വാങ്ങിച്ചോണ്ടോന്നല്ലേ? പിന്നെ എനിക്കൊന്ന് വട്ട. ഞാൻ പിള്ളേർക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇയാളുടെ കാര്യം നോക്കി പോവാൻ നോക്കിയേ. അല്ല എന്നാലും എനിക്കൊന്ന് താ മിഠായി. ഒരെണ്ണം താ. കയ്യിന്നല്ലേ കടിക്കല്ലേ? ഒരെണ്ണം താ. ഇതെന്ത് ബുർജിയാലി കൈ കയറി പിടിക്കുന്നു. നീ എന്തിനാ പെമ്പിള്ളാരെ കൈ കയറി പിടിക്കുന്നത്? മുട്ടായി ഒച്ച കയറണം. പെമ്പിള്ളാറെ മിഠായി നീ മിഠായി തട്ടിപ്പറിക്കോ? തട്ടിപ്പറിക്കോ? നിങ്ങളോ? എനിക്ക് പരിചയമുള്ള ആളാണ് കേട്ടാ. സത്യം പരിചയമുള്ള ആളോ? അതെ. എങ്ങനെ പരിചയമുള്ള ആളാണ്? വേണ്ടപ്പെട്ട ആളാ. എനിക്ക് വേണ്ടപ്പെട്ട ആളല്ലേ, നമ്മുടെ കുടുംബത്തിന് മുഴുവൻ വേണ്ടപ്പെട്ട ആളാണ്. എങ്ങനെ വേണ്ടപ്പെട്ട ആള്? അത് പണ്ട് പുള്ളിത്തിരി തരികിടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കുടുംബമാണ് പിടിച്ചങ്ങ് നന്നാക്കി വിട്ടു. ശരിക്കും നന്നായി പഞ്ചപാവ അല്ലേ? ഈ ഷിബു അല്ലേ? കെമിക്കൽ ഷിബു. ഓ യവനാണല്ലേ ഷിബു. ഓ അപ്പൂപ്പാ ഞാൻ നോക്കിയപ്പോഴേ യവൻ നമ്മുടെ ശിവാനിയുടെ കൈ കയറി പിടിച്ചോണ്ടിരിക്കാം. ശിവാനി നീ വീട്ടിൽ പോക്കെ. വീട്ടിൽ പോണി. അപ്പൂപ്പാ നമുക്ക് അവനെ ഓടിച്ചടിക്കണം. ഗെയിം കളിക്കണ കണ്ടിട്ട് ഗെയിം വേണം ചെയ്ത് ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ ബെസ്റ്റ്. ശിവാനി തറായില്ലേ? ആ അവള് താണ്ട് ഇവിടെ ഇപ്പം എത്താറായെന്ന് പറഞ്ഞായിരുന്നു. ചേച്ചി വിളിച്ചോക്ക്. നിന്റെ ചേട്ടൻ ഫോണിൽ വിളിച്ചു നോക്കടാ. അല്ലെ എന്താണ് ഞാൻ അവളെ ഇപ്പൊ 5-6 തവണ വിളിച്ച്. ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ അവളെന്നെ വല്ലതും വിളിച്ച് പറയും. എന്താടാ? ഇപ്പൊ മനസ്സിലാവും. തലയ്ക്ക് പ്രാന്ത് പിടിക്കരുത്. ശിവാ പ്രശ്നം എന്തുവാ? എന്താ പ്രശ്നം? എന്നാ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറി. ഓ എന്തൊരു അടിപൊളി ദിവസം വരാനായിട്ട്.
നീ ഇന്ന് വരുമെന്ന് പറഞ്ഞപ്പോ തൊട്ടേ സിദ്ധുവളി ശിവമോൾ എത്തിയില്ലേ, ശിവമോള് എപ്പോ വരും, ശിവമോള് എത്താറായില്ലേ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടല്ലേ, അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലേ, ഞാൻ കണ്ടായിരുന്നു. എന്താ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? എന്തുവാ? ആ, ഈ വഴി കൂടെ പോകുന്നവരെ മുഴുവൻ വിളിച്ചേറ്റൊക്കെ വീട്ടിലിരുത്തും. എന്തോത്തിന്? ഒരു കാര്യമില്ല, അവരങ്ങ് വഴി കൂടെ പോയാ പോരെ, അവരങ്ങ് വിടണം. എന്തിനാണ് ഈ വീട്ടിനകത്ത് വിളിച്ചേറ്റിരുത്തുന്നത്? എന്നെ പറ്റി ആയിരിക്കുമല്ലേ സംസാരം. ശിവയ്ക്ക് ഇതുവരെ എന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ? വേണ്ട കൊച്ച്. എന്താ, ഒന്നാമതേ ഞാൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇപ്പൊ ദൈവത്തെ ഓർത്ത് ആവശ്യമില്ലാത്തത് വിളിച്ച് പറയരുത് കേട്ടോ മെർലിനെ. ഞാൻ പോണ്. ஐயோ மெர்லின் போகாதே, அவன் உன்னை பத்தி எல்லாம் சொல்லல, வேற ஏதோ விஷயம் சொல்லிட்டு இருக்கான். എനിക്ക് എല്ലാം മനസ്സിലായി ആന്റി, ഞാൻ പോവാ. എന്റെ പൊന്നും പറഞ്ഞ് എന്റെ വാലി ഇങ്ങനെ കേൾക്കും കേട്ടാ. അവള് വേറെ എന്തിനെ പറ്റിയാണ് സംസാരിച്ചത്? എന്റെ ചേച്ചി വീട്ടിൽ ഫുള്ള് പ്രശ്നമായിട്ടിരിക്കാന്ന്. വീട്ടിലെന്ത് പ്രശ്നം? സിദ്ധുവളിയും വീട്ടിൽ വന്നില്ലേ, അതാണ് പ്രശ്നം. ഇപ്പൊ ഡാഡി മമ്മീനെ കൊല്ലുന്ന് പറഞ്ഞു നടക്കുക. എന്തായിരുന്നു? മമ്മി ഞാനും കൂടി പ്ലാൻ ചെയ്തിട്ടാ സിദ്ധുവളിയും വീട്ടിലേക്ക് വന്നേന്ന്. അതെ, എനിക്ക് എല്ലാരും കൂടി അമ്മേനെ ഇല്ലാണ്ടാക്കരുത് പ്ലീസ്. അത് പറയാനാ ഞാൻ വന്നേ. ഞാൻ പോവാ. ചേച്ചി അവിടെ നിന്നേ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ചേച്ചി ഒരു 5 മിനിറ്റ് കൂടെ നിന്നിട്ട് പോയാൽ മതി. ഞങ്ങളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ? എന്തിനാണത്? ചില സമയം അങ്ങനെ. ശരി, പോകുന്നില്ല. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. എനിക്കൊന്നും പറയാനില്ല. ചേച്ചിക്ക് എന്താ പറയാനില്ലായിരുന്നോ? അറിയിച്ചത് അല്ല, അളിയൻ മെർലിന്റെ വീട്ടിൽ വന്നിരുന്നോ? പിന്നല്ലാതെ, നിന്റെ അളിയന്റെ പെണ്ണി ചോദിക്കാൻ. എവനാ? ആ, ഒന്നും പറയണ്ട എന്റെ മോളെ, അവിടെ യുദ്ധസമാനമായ അന്തരീക്ഷമായിരുന്നെന്നാ പറഞ്ഞു കേൾക്കുന്നേ. യുദ്ധോ? എന്ത് മെർലിനെ പറ്റിയത്? ഞാൻ പറയാം. നമ്മുടെ അളിയനും അവളുടെ അന്തപ്പടിയും കൂടെ അല്ല, ഇവളുടെ ഡാഡിയും കൂടെ സംസാരിച്ചു. രണ്ടുപേരും കൂടെ അലമ്പായി. അവസാനം ഇവളുടെ ഫാദർ നമ്മുടെ അളിയനെ പിടിച്ച് തള്ളി. അളിയൻ എങ്ങാനോ അനങ്ങുവോ? അളിയൻ തിരിച്ച് തള്ളുവോ? അതാ കയ്യെ പിടിച്ചു തോണ്ടിന്നാണ് പറഞ്ഞത്. തോണ്ടി. അപ്പൊ ഇവളുടെ ഫാദർ പറന്നു പോയി. നിനക്കറിയോ ശിവ, ആ പാനിക് അറ്റാക്കിന്ന് ഡാഡി ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് അറ്റാക്ക് ഉണ്ട്. എടാ, പാനിക് അറ്റാക്ക്. ഇന്ന് മീറ്റിങ്ങിന് പോയതിനു ശേഷേ 3 പ്രാവശ്യം മമ്മിയെ വിളിച്ച്. എന്തിന്? സിദ്ധുവളിൻ വീട്ടിൽ വന്നതേ ഡാഡിനെ കൊല്ലാനാന്ന് പറയാൻ. ഓഹോ, അപ്പൊ മൊത്തത്തില് അളിയൻ മതം പൊട്ടി നിക്കുവാണല്ലേ? അളിയൻ മതം പൊട്ടി നിക്കണം. എന്റെ ചേച്ചി ഇപ്പൊ തന്നെ അടുത്തിന്റെ കവാലടിച്ചു പിടിച്ചിട്ടാണ് അളിയൻ നിക്കുന്നത്. ദൈവം ആരുടെ? റോക്സിന്റെ. ശിവുവിന്റെ അടിച്ചു പിടിച്ചാ? ആ, അല്ല, അതങ്ങനെ ശരിയാവും? ശിവുവിന്റെ എല്ലാ കേസും അളിയൻ അറിഞ്ഞൂടല്ലോ. അല്ലേ, ഇതിന്റെ ഞാനും ആലോചിച്ചത്. അല്ല, അങ്ങനെ പറയാൻ വരട്ടെ. ഞാനിടയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സിധുവിനെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഷിബുവിന്റെ കാര്യങ്ങളൊക്കെ മൊത്തം ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, എന്നാലും സിദ്ധു അവനെ തല്ലാനുള്ള കാരണം? എന്റെ ചേച്ചി, ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ പുള്ളി എന്നെയും കാത്ത് വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. നീ വരുന്ന കാര്യം അവനെങ്ങനെ അറിഞ്ഞു? നീ വിളിച്ചു പറഞ്ഞോ? ശരിയാണല്ലോ, നീ വിളിച്ചു പറഞ്ഞ? ഇല്ലടാ, ഞാൻ ദൂരയച്ച ഹംസത്തിനെ